വൺ വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്രാക്ഷൻസ്. അപ്പോൾ എന്താണ് ഈ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ? ഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു നമ്പറാണ്, പി ബൈ ക്യൂ ഫോമിലുള്ള ഒരു നമ്പർ, വെർ പി ആൻഡ് ക്യൂ ആർ ഇൻറ്റിജേഴ്സ് ആൻഡ് ക്യൂ നോട്ട് ഈക്വൽ ടു സീറോ. പിയും ക്യൂവും ഇൻറ്റിജേഴ്സ് ആണ്, ക്യൂ എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു സീറോ ആണ്. അപ്പോൾ ഈ ഇൻറ്റിജേഴ്സ് എന്താണ്? ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്നത് ഈ എക്സെട്ര -3 -2 -1 0 1 2 3 എക്സെട്ര എന്ന് പറയുന്ന നമ്പേഴ്സ്, അതായത് പോസിറ്റീവ് നമ്പേഴ്സും നെഗറ്റീവ് നമ്പേഴ്സും പിന്നെ സീറോയും കൂടിയ നമ്പേഴ്സിനാണ് ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ പി ബൈ ക്യൂ ഫോമിലുള്ള ഒരു നമ്പറിനെയാണ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്, വെർ ക്യൂ നോട്ട് ഈക്വൽ ടു സീറോ ആണ്. പി ആൻഡ് ക്യൂ ആർ ഇൻറ്റിജേഴ്സ്. ഓക്കെ, ഇനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1/2, 3/2, 4/6, 13/12 ഇങ്ങനെ പറയുന്നതിനെയാണ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ തന്നെ മേജറായിട്ട് 3 ടൈപ്പ് ഫ്രാക്ഷൻസ് ആണ് വരുന്നത്: പ്രോപ്പർ ഫ്രാക്ഷൻ, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആൻഡ് മിക്സഡ് ഫ്രാക്ഷൻ. ഓക്കെ, അതിനു മുന്നേ നമുക്ക് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും എന്താണെന്ന് പറയാം. ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു ഫ്രാക്ഷൻ എഴുതി, പി ബൈ ക്യൂ. ഇതിൽ പി എന്ന് പറയുന്നത്, അതായത് മുകളിലുള്ള നമ്പർ, ഇതിനെയാണ് ന്യൂമറേറ്റർ എന്ന് പറയാം. ഇനി താഴെയുള്ള നമ്പർ, അതായത് ക്യൂ, ഇതിനെ ഡിനോമിനേറ്റർ എന്നാണ് പറയാം. ഓക്കെ, ഇനി ഈ ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനേക്കാൾ ചെറിയ നമ്പറായി വരിക, അതായത് നമ്മൾ 1/2, അതേപോലെ 3/4, 6/8 ഇങ്ങനെയുള്ള നമ്പേഴ്സൊക്കെ വരിക. അതായത് ഇവിടെ നോക്കിയാൽ ഡിനോമിനേറ്ററിനേക്കാൾ വലിയ നമ്പറാണ് ഡിനോമിനേറ്ററിനേക്കാൾ ചെറിയ നമ്പറാണ് ന്യൂമറേറ്ററിലുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഫ്രാക്ഷനെ പ്രോപ്പർ ഫ്രാക്ഷൻ എന്നാണ് പറയുക. ഇനി നേരെ തിരിച്ച്, അതായത് ഡിനോമിനേറ്ററിനേക്കാൾ വലിയ നമ്പറാണ് ന്യൂമറേറ്ററിൽ എങ്കിൽ, അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 4/2 ഓർ 3/2, 12/10 ഇങ്ങനെയുള്ള നമ്പേഴ്സ്. ഇവിടെ നോക്കിയേ, ഡിനോമിനേറ്ററിനേക്കാൾ വലിയ നമ്പറാണ് ന്യൂമറേറ്ററിലുള്ളത്. അങ്ങനെയുള്ള ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്നാണ് പറയുക. ഇനി നമ്മളിപ്പോൾ ഒരു കടയിൽ പോയാൽ 1.5 കിലോ പഞ്ചസാര അങ്ങനെയൊക്കെ പറയാറില്ലേ? അതായത് 1/2, അതേപോലെ 2/3 ഇങ്ങനെയൊക്കെയുള്ള ഫ്രാക്ഷൻ, ഇങ്ങനെയുള്ളതിനെയാണ് മിക്സഡ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. മിക്സഡ് ഫ്രാക്ഷൻ. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷനെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കി എഴുതാൻ നോക്കാം. ഇംപ്രോപ്പറിൽ നിന്നും മിക്സഡിലേക്കുള്ള കൺവേർഷൻ. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 11/8. ഇതിപ്പോൾ എന്താണ്? ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ് അല്ലേ? കാരണം ന്യൂമറേറ്ററിൽ വലിയ നമ്പറാണ് ഉള്ളത്, ഡിനോമിനേറ്ററിനേക്കാൾ വലിയ നമ്പറാണ് ഉള്ളത്. അപ്പോൾ ഇതിനെ ഒരു മിക്സഡ് ഫ്രാക്ഷൻ ആക്കി മാറ്റാൻ പോവാണ്. അപ്പോൾ ഞാൻ ഈ 11 എനിക്ക് എങ്ങനെ എഴുതാം? 8+3 എന്ന് എഴുതിക്കൂടെ? 8+3 എന്ന് പറഞ്ഞാൽ 11 ആണ് അല്ലേ? അപ്പോൾ ഞാൻ ഈ 8നെ പിന്നെ അതേപോലെ എഴുതി. അപ്പോൾ 8+3/8 എന്ന് പറഞ്ഞാൽ എന്താണ്? 11/8 എന്നാണ്. ഓക്കെ, ഇനി ഇതിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ്. 8/8 + 3/8. ഓക്കെ, അപ്പോൾ 8/8 എന്ന് പറഞ്ഞാൽ എന്താണ്? 1. ഇനി ഇവിടെ എന്താണ്? 3/8. അപ്പോൾ ഞാൻ ആ 3/8നെ അതേപോലെ എഴുതി. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? 11/8നെ നമുക്ക് എങ്ങനെ പറയാം? 1 3/8 എന്ന് പറയാം. അപ്പോൾ ഞാൻ ഇംപ്രോപ്പർ ഫ്രാക്ഷനെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കി മാറ്റി. ഓക്കെ, അടുത്തൊരു എക്സാമ്പിൾ നോക്കിയേ, 19/9. ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? നമുക്കറിയാം 2 × 9 എന്ന് പറഞ്ഞാൽ 18 എന്നാണ് അല്ലേ? അപ്പോൾ 19ൽ എത്ര 9 ഉണ്ട്? 2. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം? ഈ 19നെ 18 + 1/9. 18 + 1 എന്ന് പറഞ്ഞാൽ 19 ആണ്. ഓക്കെ, ഇനി ഇതിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പോവാണ്. 18/9 + 1/9. അപ്പോൾ 18/9 എന്ന് പറഞ്ഞാൽ എന്താണ്? 18/9 എന്ന് പറഞ്ഞാൽ 2 ആണ് അല്ലേ? അപ്പോൾ 2 1/9. നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കിയേ, 21/5. അപ്പോൾ 21ൽ എത്ര 5 ഉണ്ട് നോക്കുക. ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ വയ്ക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. 21/5. അപ്പോൾ 21ൽ എത്ര 5 ഉണ്ട്? 5 × 4 ആണ് 20 അല്ലേ? അപ്പോൾ 4 × 5 20, റിമൈൻഡർ 1. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോണി? 5 × 4 അതായത് 20 ഞാൻ ഇവിടെ എഴുതി, പ്ലസ് റിമൈൻഡർ എത്രയാണ്? 1 എന്നിട്ട് കൊടുത്തു, ഡിവൈഡഡ് ബൈ 5. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? 21/5 തന്നെയല്ലേ വരിക? 20 + 1 21/5. ഓക്കെ,
ഇനി 20/5 എന്ന് പറഞ്ഞാൽ എന്താണ്? 4 അല്ലേ? അപ്പോൾ 4 1/5. ഓക്കെ. നെക്സ്റ്റ് 4/3. 4/3 എങ്ങനെയാണ് വരിക? നമുക്ക് എങ്ങനെ എഴുതാം? 3 + 1/3 അല്ലേ? അപ്പോൾ എന്ത് വരും? 1/3. ഓക്കെ. അടുത്തത് 12/7. അപ്പോൾ ഇതിനെങ്ങനെ എഴുതാം? 1 × 7 7 ആണ്, 2 × 7 14 ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 7 + 5/7 അല്ലേ? അപ്പോൾ എന്ത് വരും? 15/7. ഓക്കെ. നെക്സ്റ്റ് 10/9. ഇതെങ്ങനെ ചെയ്യാം? 9 + 1/9 എഴുതാം അല്ലേ? 10നെ 9 + 1/9 എഴുതി. ഈക്വൽ ടു 9/9 എന്ന് പറഞ്ഞാൽ 1 പിന്നെ ഒരു 1/9. അപ്പോൾ 1/9. ഓക്കെ. ഇനി നമുക്ക് നേരെ മിക്സഡ് ഫ്രാക്ഷനിൽ നിന്നും ഇംപ്രോപ്പർ ആക്കി മാറ്റാൻ നോക്കാം. മിക്സഡിൽ നിന്നും ഇംപ്രോപ്പർ. അപ്പോൾ ഇവിടെ നമ്മൾ ഇംപ്രോപ്പർ ഒരു മിക്സഡ് ആക്കിയിട്ടുണ്ടല്ലോ, അതിനെ തന്നെ നമുക്ക് തിരിച്ചും ചെയ്ത് നോക്കാം. 1/9. അപ്പോൾ ഞാൻ ഈ മിക്സഡ് ഫ്രാക്ഷൻ എഴുതി 1/9. ഓക്കെ. ഇതിനെ ഞാൻ ഇംപ്രോപ്പർ ആക്കാൻ പോവാണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുക? 1 × 9 ചെയ്യാം. ഈ 1 × ഈ 9. അപ്പോൾ എന്താ കിട്ടുക? 9 പ്ലസ് ഈ ന്യൂമറേറ്ററിലുള്ള 1 ഡിവൈഡഡ് ബൈ ഇവിടെ എന്താണോ ഡിനോമിനേറ്റർ അത് തന്നെ എഴുതി കൊടുക്കുക. ഈക്വൽ ടു എന്ത് വരും? 10/9 അല്ലേ? നമ്മൾ 10/9നെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കിയപ്പോൾ 1/9 കിട്ടി. തിരിച്ച് ഇതേപോലെ എങ്ങോട്ട് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 10/9 കിട്ടി. ഓക്കെ. നെക്സ്റ്റ് 2/3. ഇതെങ്ങനെയാണ് ചെയ്യുക? ഈ 2 × ഈ 3 ചെയ്യാതെ. അപ്പോൾ 2 × 3 എന്ന് പറയുമ്പോൾ 6 പ്ലസ് ഈ 2 ചെയ്യുക. അപ്പോൾ എത്ര വരും? 8. 8/ ഇവിടെ എന്താണോ ഡിനോമിനേറ്റർ അത് തന്നെ ഇട്ട് കൊടുക്കുക. 8/3. ഓക്കെ. നെക്സ്റ്റ് 6 2/7. അപ്പോൾ എന്ത് വരും? 6 × 7 42 പ്ലസ് 2 44 ഡിവൈഡഡ് ബൈ 7. ഓക്കെ.